ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 7ാമത്തെ പാഠം അദ്ദർസുസ്സാബിഉ സ്വാഹിബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 1ാം ഖലീഫയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ച സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചു. തൻ്റെ മുഴുവൻ സമ്പത്തും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തെ 1ാം ഖലീഫയായിരുന്നു. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന നിരവധി സഹാബികൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠം വായിക്കാം. സ്വാഹിബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ നോമ്പ് അനുഷ്ഠിച്ചത് ആരാണ്? ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അതേ സ്വഹാബി പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം തുടർന്നു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവൻ സ്വർഗപ്രവേശനം ഉറപ്പായി. ഈ സ്വഹാബി ആരാണെന്നറിയുമോ? 1ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ 3ാം വർഷം പരിശുദ്ധ മക്കയിൽ ജനിച്ചു. ഖുറൈശി ഗോത്രത്തിലെ ബനു തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മുൽ ഖൈറിൻ്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നാണ് യഥാർത്ഥ നാമം. ഇനി നമുക്ക് നോക്കാം. നോമ്പ് അനുഷ്ഠിക്കുകയും മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുകയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും രോഗിയെ സന്ദർശിക്കുകയും ചെയ്തത് ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ ആ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. 1ാം ഖലീഫയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗോത്രം ഖുറൈശ്, വംശം ബനു തൈം. അബൂ ഖുഹാഫയുടെയും ഉമ്മുൽ ഖൈറിൻ്റെയും മകനാണ്. യഥാർത്ഥ നാമം അബ്ദുള്ള. ബാക്കി നോക്കാം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവ്വത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂട്ടുനിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സമയത്ത് സ്വഹാബികൾ പ്രമുഖരായവർ പോലും പരിഭ്രാന്തരായി. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവരെ സമാശ്വസിപ്പിച്ചത്. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ച് പീഡിതരിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ധാരാളം സ്വത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടിമകളെ ഉൾപ്പെടെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം മുഖേന നിരവധി സ്വഹാബികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാനിൻ്റെ ത്രാസിൻ്റെ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനിൻ്റെ
ഈമാനിൻ്റെ തൂക്കം കൂടുതലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാനും ഒരു ത്രാസിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈമാൻ മറ്റേ ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഈമാനായിരിക്കും കൂടുതൽ തൂങ്ങി നിൽക്കുന്നത്. തൻ്റെ സ്വത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മറമാടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾ ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ഏകകണ്ഠമായി സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു മാതൃകാ ഭരണാധികാരിയായിരുന്നു. പിൽക്കാല ഖലീഫമാരുടെ എല്ലാ ഭരണ നേട്ടങ്ങളും അടിത്തറ പാകിയത് സിദ്ദീഖ് റളിയല്ലാഹുവിനാണ്. 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. ഹിജ്റ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജമാദുൽ ആഖിറ 21-ന് അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന് 2 വർഷവും 3 മാസവുമാണ് ഭരണം നടത്തിയത്. ഹിജ്റ 13-ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് അദ്ദേഹം ജമാദുൽ ആഖിർ 21-ന് അദ്ദേഹം വഫാത്തായി. അന്ന് അദ്ദേഹം 63 വയസ്സായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തു തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ നോക്കാം. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഉസാമ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. 2. നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. 3. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. 4. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. 5. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ചു സംരക്ഷിച്ചു. 6. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു അമീർമാരെ നിയമിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഭരണ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹം ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളാക്കി അമീർമാരെ നിയമിച്ചു. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ചു. യർമൂക്ക് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാക്കി. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. അദ്ദേഹം നബിമാരാണെന്ന് വാദിച്ചു വന്നവർ, കള്ളപ്രവാചകന്മാരെ തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഉസാമ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിനെ യുദ്ധത്തിന് അയച്ചു. അടുത്തത് കോളത്തിൽ എഴുതിയത് വായിക്കാം. അസ്സുദ്ദീഖു സബ്ബാക്കുൻ ബിൽ ഖൈർ. സിദ്ദീഖ് റളിയല്ലാഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിച്ചു. പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പോകാം. 1. നഖ്റ വ നഫ്ഹം, വായിക്കുക, മനസ്സിലാക്കുക. സ്വാഇം, നോമ്പുകാരൻ. സ്വാഹിബ്, കൂട്ടുകാരൻ. അഴ്തക്ക്, സ്വതന്ത്രനാക്കി. സിദ്ദീഖ്, വലിയ സത്യസന്ധൻ. അബ്ദ്, അടിമ. ഇബാദത്ത്, രോഗസന്ദർശനം. അൽ ജന്നത്ത്, സ്വർഗം. കഹ്ഫ്, ഗുഹ. ഈമാൻ, സത്യവിശ്വാസം. മരീൽ, രോഗി. റിജാൽ, പുരുഷന്മാർ. ഖുദ്വത്ത്, മാതൃക. ഉസാമ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ. 2. നുജിബ്. 1. ഉത്തരം എഴുതാനുള്ളത്. 1. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അയച്ച സൈന്യത്തിനെ നയിച്ചത് ആരായിരുന്നു? അതിൻ്റെ ആൻസർ ഉസാമ റളിയല്ലാഹു അൻഹു. 2. എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ചത്? അതിൻ്റെ ആൻസർ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ മുസഫിൽ ക്രോഡീകരിച്ചു. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ഭരണ സൗകര്യത്തിനായിട്ടാണ്
അബൂബക്കർ റളിയല്ലാഹു രാജ്യത്തെ വിഭജിച്ചത്? ആൻസർ ഭരണ സൗകര്യത്തിനായിട്ടാണ്. നാലാമത്തെ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? ആൻസർ അമീറുമാർക്കായിരുന്നു നേതൃത്വം. അമീറുമാർക്കായിരുന്നു നേതൃത്വം. അഞ്ചാമത്തെ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? അതിൻ്റെ ആൻസർ 2 വർഷവും 3 മാസവും. ആറാമത്തെ ക്വസ്റ്റ്യൻ, അബൂബക്കർ റളിയല്ലാഹു വഫാത്തായത് എപ്പോൾ? ജുമാദൽ ആഖിറ 21-ന് അദ്ദേഹം വഫാത്തായി. ആൻസർ ജുമാദൽ ആഖിറ 21-ന്. ഏഴാമത്തെ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മരണ കാരണം എന്ത്? 15 ദിവസം നീണ്ടുനിന്ന പനി. ആൻസർ 15 ദിവസം നീണ്ടുനിന്ന പനി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നംലഉൽ ഫറാഗ് പൂരിപ്പിക്കുക. 1. ഹിജ്റ പോകുമ്പോൾ ഡേഷ് ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു ആയിരുന്നു. ഏത് ഗുഹയിലാണ്? സൗർ ഗുഹയിൽ. ആൻസർ സൗർ. 2. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡേഷ് എന്ന അടിത്തറ പാകിയത്? ആരാണ് അടിത്തറ പാകിയത്? അബൂബക്കർ റളിയല്ലാഹു. ആൻസർ അബൂബക്കർ റളിയല്ലാഹു. 3. അബൂബക്കർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ ഡേഷ് എന്ന് പേര് വിളിച്ചു? ആൻസർ സിദ്ദീഖ്. 4. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തുലൈഹത്തുൽ അസദി ഡേഷ് ആണെന്ന് വാദിച്ചു? അതിൻ്റെ ആൻസർ നബി ആണെന്ന് വാദിച്ചു. 5. അബൂബക്കർ റളിയല്ലാഹു ഡേഷ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു? 7 അടിമകൾ. ആൻസർ 7. അടുത്തത് നൊയ്ദു ഫിക്ര പറഞ്ഞ ഒരു പാരഗ്രാഫ് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്വങ്ങൾ. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മഹത്വങ്ങൾ ഒരുപാട് എഴുതാണ്ട്. ഇവിടെ ഒരു പാരഗ്രാഫിനുള്ള ചെറിയൊരു സ്പേസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൻസർ, അബൂബക്കർ റളിയല്ലാഹു ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂട്ടുനിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജ്റ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ. പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അതാണ് എഴുതേണ്ടത്. 6 പോയിന്റ്. 1. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉസാമ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. 2. നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി തുടങ്ങിയവർ. 3. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. 4. റോമക്കാരുടെ അധീനത്തിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. 5. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. 6. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. അമീറുമാരെ നിയമിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, തഖ്സീസ്. അസൈൻമെൻറ്റ്. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹുവും 6 സൗറിൽ കഴിഞ്ഞ സംഭവം വിവരിക്കുക. 6 സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹുവും കഴിഞ്ഞ സംഭവം. അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹുവും ഹിജ്റ പോകുമ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൗർ ഗുഹയിലാണ് ഒളിച്ചത്. ഗുഹക്കുള്ളിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മടിയിൽ തലവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോൾ ഒരു പാമ്പ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലിൽ കടിച്ചു. വേദന സഹിക്കാൻ കഴിയാതെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണുനീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു സംഭവം വിവരിച്ചു. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉമിനീര് പാമ്പ് കടിയേറ്റ ഭാഗത്ത് പുരട്ടുകയും
അതോടെ വിഷം ഇറങ്ങുകയും സിദ്ദീഖ് റളിയല്ലാഹുവിന് സുഖപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണേ. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോടൻ കഥനങ്ങൾ ചൊല്ലിടാം. കരയുന്ന ഖൽബിൻ്റെ വ്യഥ ചൊല്ലി കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടിടാം. വാഹല്ലിൽ മൗലിദി ഖുറത്തൽ ഐനൈനി അഷ്റഫി ഖൽഖില്ലാ അഹ്മദ് ത്വാഹ റസൂലുള്ളാഹ്.